വയനാട് ജില്ലാ ആശുപത്രിക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ച് സർക്കാർ ജനങ്ങളെ കബളിപ്പിച്ചുവെന്ന് മാനന്തവാടി NDA സ്ഥാനാർത്ഥി പി ശ്യാംരാജ്. മണ്ഡലത്തിലേക്ക് വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്, വലിയ വിജയപ്രതീക്ഷയാണെന്നും ശ്യാംരാജ് 24നോട് പറഞ്ഞു. മന്ത്രിമണ്ഡലമായ മാനന്തവാടിയിൽ BJP കളത്തിലിറക്കിയിരിക്കുന്നത് തന്ത്രപ്രധാനിയായ ഒരു നേതാവിനെയാണ്. മാനന്തവാടി NDA സ്ഥാനാർത്ഥി പി ശ്യാംരാജാണ് 24നോടൊപ്പം ചേരുന്നത്. മാനന്തവാടിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സർക്കാരിനെ വലച്ച ഒരു ആരോപണം എന്നുള്ളത് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഈ ചികിത്സാ പിഴവായിരുന്നു. ഈ ചികിത്സാ പിഴവിനെ കുറിച്ച് വലിയ രീതിയിൽ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം പൂർണ്ണമായി വന്നിട്ടില്ല, അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ CT സ്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം, അത് പ്രവർത്തിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള ജീവനക്കാരില്ല എന്നുള്ള ആരോപണമൊക്കെയുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തി തന്നെ ആയിരിക്കുമല്ലോ മുമ്പോട്ടുള്ള പ്രതിഷേധം എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും മെഡിക്കൽ രംഗം നമ്മൾ വളരെയധികം, പ്രത്യേകിച്ച് ഈ വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള പാടാണ്. ഇപ്പം ഞാൻ വരുന്ന ഇടുക്കിയുടെയും ഒരു പ്രശ്നം അവിടെയാണ്. വയനാട് നമുക്കൊരു പ്രധാനപ്പെട്ടുള്ള ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെ എത്താനുള്ള ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും വലിയൊരു പ്രശ്നമുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ നമ്മുടെ വയനാട്ടിലെ മെഡിക്കൽ കോളേജിനെ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു മെഡിക്കൽ കോളേജാണോ റഫറൽ കോളേജാണോ? റഫറൽ മെഡിക്കൽ കോളേജാണ്. ഇവിടെ നിന്ന് വരുന്ന രോഗികളെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കലാണ്. അതിനപ്പുറത്തേക്ക് എത്രയോ പേരാണ് മരിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവ് മൂലം ആളുകൾ മരിക്കുന്നു. ഈ പറയുന്ന പോലെ അവിടുത്തെ ഉപകരണങ്ങൾ പോലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതായത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ പേര് വച്ചിട്ട്, ഒരു ബോർഡ് വെച്ചിട്ട് വയനാട്ടിലെ പാവപ്പെട്ടവരെ കബളിപ്പിക്കുകയായിരുന്നു സർക്കാർ. ഇതും ശക്തമായിട്ട് ജനങ്ങൾക്കുള്ളിൽ വികാരമുണ്ട്. ആ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമഗ്രമായിട്ടൊരു വികസനം വരണം. ആ വികസനത്തിന് വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും LDFൻ്റെയും UDFൻ്റെയും വോട്ട് ബാങ്കായിട്ട് നിൽക്കേണ്ട ആളുകളല്ല. അതിനപ്പുറത്തേക്ക് വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. ആ വികസനം കൊണ്ടെത്തിക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല, UDFന് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇടുക്കിക്കാരനായ ശ്യാംരാജിനെ മാനന്തവാടിയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.